ഇങ്ങോട്ട് എടാ അതാണ് ഇവൻ ഫസ്റ്റ് അടി അടി അടിയാണ് കണ്ട് നീ ആ ആക്ഷൻ അല്ല എനിക്ക് കാണിച്ചത്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് വേർഡ് പസിൽ ചലഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോർഡൊക്കെ ബാക്കിൽ കാണാം. ഇതിന്റെ ചലഞ്ചിന്റെ റൂൾസും കാര്യം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ക്രൂവിന്റെ കയ്യിൽ ഒരു വേർഡ് ഉണ്ടാവും. നമ്മളപ്പോൾ ആ വേർഡാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു അഞ്ചക്കമുള്ള വേർഡായിരിക്കും ക്രൂവിന്റെ കയ്യിൽ ഉണ്ടാവുക. നമ്മൾ അഞ്ചക്കമുള്ള ഒരു വേർഡ് ഇവിടെ എഴുതിയെന്ന് വെച്ചോ. ഇതിനകത്ത് ഇപ്പോൾ എഴുതിയ വേർഡ്സിൽ ഏതെങ്കിലും ഒരു വേർഡ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ക്രൂ അത് പറഞ്ഞുതരും. അപ്പോൾ ആ വേർഡ് മാത്രം നമ്മൾ താഴത്തേക്ക് ഇറക്കി എഴുതും. ഇപ്പം ഞാനൊരു ആപ്പിൾ എന്ന് പറഞ്ഞ വേർഡാണ് എഴുതിയത്. അപ്പോൾ അതിനകത്ത് പി മാത്രമേ കറക്റ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ 2 പി നമ്മൾ താഴത്തേക്ക് ഇറക്കി എഴുതും. എന്നിട്ട് 2 പി കൂട്ടി വരുന്ന വേറൊരു വേർഡ് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും വേർഡ് കറക്റ്റ് ആണെങ്കിൽ അത് ക്രൂ പറഞ്ഞുതരും. അപ്പോൾ അത് താഴത്തേക്ക് ഇറക്കി എഴുതും. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ഈ 5 ചാൻസിനുള്ളിൽ നമ്മൾ ആ വേർഡ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോയിന്റ് കിട്ടും. സോ അപ്പോൾ ഇതാണ് ചലഞ്ച്. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇത് ഇച്ചിരി ട്രിക്കിയാണ്. ബ്രോക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായല്ലേ? ഇനിയിപ്പോ കളി തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലായെന്ന് ചോദിക്കാൻ ഞാനാ ജയിക്കാൻ പോണേന്ന് മനസ്സിലായി. ഇപ്പൊ യൂട്യൂബിന്റെ പുതിയ അപ്ഡേറ്റിൽ വോയിസ് മെസ്സേജ് ഇടും. ഇക്ക് നല്ല ഇപ്പോഴേ ഗ്രാഫ് പൊക്കുന്നിടത്ത് സത്യസന്ധത എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴേ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തോ. എന്തോ ഉടായ്പുണ്ട്. ഇതൊക്കെ എന്തിനാണ് എന്നെ ഉടായ്പാന്ന് പറഞ്ഞ താഴ്ത്തണേ. ഇത് ഓഡിയൻസ് മറ്റേ പൊക്കാൻ വേണ്ടി താഴ്ത്തണെന്ന് പറഞ്ഞു. ഞാൻ ഇവന് സെക്കൻഡ് അക്കൗണ്ട് ഞാനൊരു ഫീമെയിൽ അക്കൗണ്ടിൽ ഇവന് ഞാൻ മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഇട്ട് അപ്പൊ ഇവ പറയാ കാണണം കേട്ടോ. പിന്നെ എന്റെ ഗ്രാഫ് കിട്ടുന്ന സിമ്പിൾ ഇട്ടേക്കണം. മെയിൻ പരിപാടി അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ കാണിക്കോണ്ടെങ്കിൽ. ബ്രോഡ് യൂട്യൂബിൽ എത്ര അക്കൗണ്ട് ഉണ്ട്? ഒരു 7-8 കാണും. എന്തിന് 7-8 അക്കൗണ്ട് എന്തിന്? അല്ല പറയണേക്ക് അതിൽ എന്റെ തന്നെ ഒരു 4 അക്കൗണ്ട് ഉണ്ട്. അതല്ല ഓരോ ഗൈസ് അപ്പം വീഡിയോയിലേക്ക് ലെറ്റ്സ് ഗോ. നീ ഇരിക്കാം. കാർഗോന്ന് CRGO CARGO. അതെല്ലാം കറക്റ്റ് ആണോ? ഒന്നും കറക്റ്റ് അല്ല. അപ്പൊ അടുത്ത വേർഡ് ചെയ്ത് അടിയില്ലേ? അടുത്ത മാംഗോ എ ഉണ്ട്. മാംഗോക്ക് എ വീണ്ടും ഉണ്ട്. ഇത് പൊസിഷൻ മാറിയാലും ഇത് ചിലപ്പോ ഇതാവും. മനസ്സിലായ? ഇതിനകത്ത് 3 ലെറ്റർ ഗസ് ചെയ്തിട്ട് എഴുതേണ്ടി വരും അടിയിൽ. അല്ലേ ടൈഗർ TIG. നിക്ക് ജി ഇല്ല ടൈഗർ നോക്കടാ. അത് തന്നെയാണോ മണ്ടന്മാരെ? എന്നെയല്ല കൺവിൻസ് ആക്കണ്ട. മനസ്സിലായോ? ജി അവിടുത്തെ പൊസിഷൻ കറക്റ്റ് അല്ലാത്തോണ്ട് പൊസിഷൻ അല്ല. മനസ്സിലായെന്ന് വെച്ചാൽ ബ്രോ എന്താ പറഞ്ഞ? സ്വന്തം ടീമിനെ കൺവിൻസ് ആക്കോ. അത് ഇഷ്ടം. മാർബിൾ മേക്കർ ടിൻഡർ ഇതിനകത്തോ ലവർ റോയിലുണ്ടല്ലോ. ഈ ആൾറെഡി റോയിൽ ഉണ്ടായിരുന്നല്ലോ. അല്ല വേറെ വേട് വേണ്ടടാ. അതാലോചിക്കാ. ടൈമറോട് കൊടുക്ക്. അതോട് കൊടുത്തേക്ക്. അയ്യോ അത് വീണ്ടും ടൈമർ കൊടുക്ക. എന്താ TIM കറക്റ്റ് ആയാലോ. ആയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ടൈഗർ കൂടെ എഴുതിക്കോ. എന്തായാലും ടൈഗർ എഴുതിക്കോ. വേറെ നെക്സ്റ്റ് വൺ. 6 പിടിക്കല്ലേ. ആപ്പിളിന്
ഇനി ഈ പിടിക്കണം. ഈയിൽ എന്താ ഉള്ളത്? നോക്കട്ടെ, ഒന്നും ഉണ്ടാവില്ല എനിക്കത്. ഒന്നുമില്ല. താങ്ക് യു. ചിലപ്പോൾ ഞങ്ങൾ നേരത്തെ എഴുതിയതിനകത്ത് കാണും കേട്ടാ. എല്ല് ലവർ എഴുതിയാലോ? ഫ്ലവർ ചെയ്ത് ഒന്നുമില്ല. കൺഗ്രാറ്റ്സ്. മാംഗോന്ന് എഴുതി. ഓ ഓ ശരിയാ. അല്ല എന്തെന്നാ അത്? പക്ഷെ അത് കൊള്ളായിരുന്നു കേട്ടാ. അതെ ഫാൻസി അതും കൂടെ ഉള്ളു. ഇത് ലാസ്റ്റ് ചാൻസാ. അതെ. ഇതിനകത്ത് കറക്റ്റ് ഉത്തരം എഴുതണം. അയ്യോ എനിക്ക് കിട്ടി. കിട്ടിയാ? എനിക്ക് കിട്ടി. അയ്യോ അവിടെ ഈഗോ പൊട്ടി. അത് പറഞ്ഞപ്പോ ഈഗോ പൊട്ടി. 20 സെക്കൻഡ്. ഫസ്റ്റത്തെ അക്ഷരം ഞാൻ പറയട്ടെ. 19 18 കള്ളി 17 16 ഈ സമയം 15 14 സമയം കഴിഞ്ഞാൽ 13 നിലയത് എഫ് വെച്ചിട്ട് നിലയത് 2 ക്യാൻഡിൽ എഴുതണം. 1 ക്യാൻഡിൽ എഴുത്. ശരിയാവില്ല. ക്യാൻഡിൽ എഴുത്. അല്ല എന്നാലും വരില്ലടോ. ക്യാൻഡിൽ 6 ലെറ്റർ ഉണ്ട്. ഇതിന്റെ ഉത്തരം ക്യാൻഡി ആണ്. പക്ഷെ എന്നിട്ടായിരുന്നു ക്യാൻഡി. അവരെ കിട്ടിയപ്പോളേ ഞാൻ പറഞ്ഞില്ല ക്യാൻഡി ആണ്. ക്യാൻഡിൽ ക്യാൻഡില് എന്നാലും ഡി എടുത്ത് വിട്ടിട്ടാ മതിയായിരുന്നു. അല്ല 1 ലെറ്റർ എഴുതണല്ലോ. ANGO. പെട്ടെന്ന് മാറിപ്പോലെ കേട്ടാ. MANGO കറക്റ്റാ. അപ്പൊ ഇത് എനിക്ക് കിട്ടി. മേക്കർ KER. ഒന്നുമില്ല. MA മാത്രമേ ഉള്ളൂ. എന്റെ അമ്മ. മാറ്റർ METTR. പോടാ. മഡോമ മാഡം. മാഡം ഇന്നത്തെ ഏതെങ്കിലും മാഡത്തിന്റെ സ്പെല്ലിംഗ് ഇതാണോ? അല്ലേ മാഡം. ആയിരുന്നല്ലേ? അതൊന്നും ഇല്ലല്ലോ. മമ്മി എന്താന്ന് ലെറ്റർ പറ. ഇങ്ങോട്ട് എടാ അതാണ് ഇവൻ ഫസ്റ്റ് അടി 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 കണ്ട് കണ്ട് നീ ആ ആക്ഷൻ അല്ല എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്റെ അടുത്തൊരു ആക്ഷൻ കാണിച്ചപ്പോഴല്ലേ ഞാൻ ഇങ്ങനെ ഇരുന്നു. അത് എത്ര പെട്ടെന്നല്ലേ ക്രാക്ക് ചെയ്തത്. മാച്ചോ മാച്ചോ അത് എല്ലാമേ ഒന്നൊന്നായി മാച്ചോ മാച്ചോ അത് വേഗം മാച്ചോ അതല്ല കാരണം ഇവിടെ ടി ഇല്ല, സി ഇല്ല, എച്ച് ഇല്ല. നമ്മളൊരു വേർഡ് പറഞ്ഞത് വേണമെങ്കിൽ എടുത്തോ മാനിപ്പുലേഷൻ മാനിഫെസ്റ്റിംഗ് കിട്ടുന്നില്ല. മാച്ച് എഴുത്. വേറെ ഒന്നുമില്ല. ജക്ടറിനെ വിശ്വാസം അപ്പൊ എഴുതാനേ പോകുന്നില്ല. മാജിക്. ഡോമന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ ആള് എന്റെ അടുത്ത് ഇന്ന് കാണിക്കുക. അപ്പൊ ഞാൻ അപ്പഴേ ജിയും എമ്മും ഭയങ്കര അൺകോമായിട്ടുള്ള വേർഡ്. അപ്പൊ ജി എമ്മി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ 15 സെക്കൻഡ് ആകുമ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. പിയും ടിയും എസും അൺകോമണാ. ഇല്ല അൺകോമൺ ആയിരുന്നു. വരുന്ന വാക്കുകളാണ് ഞാൻ അറിഞ്ഞില്ല. എസ് അൺകോമൺ ആണെന്നുള്ളത്. AEIOU കൂടുതൽ വരുന്ന ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒമേഗയോ ആ ജി മറ്റേ അൺകോമൺ ആന്ന് പറഞ്ഞിട്ട് ജി ഒന്നുമില്ല. അയാൾ ഭയങ്കര ബുദ്ധിമാനാന്ന് കാണിക്കാൻ വേണ്ടിയുള്ള തന്ത്രപാടായിരുന്നു. കിട്ടിയ അത് AIOക്ക് അത് എമ്മില്ലല്ലോ.
ബി വരില്ല, എം വരും, ബി എം വരില്ല, സി എം വരില്ല, ഡി എം വരില്ല, ഇ എം വരില്ല, ഇ എം വരുന്ന സാധ്യത ഉണ്ട്. അങ്ങനെ ആലോചിക്കും. അങ്ങനെ ഇമേജ് എഴുതി വെക്കാം. അല്ലടാ, ജി ഇല്ലല്ലോ, ഓൾറെഡി ഇല്ലല്ലടാ. ഈ കറക്റ്റാ, ഇ എം എം ഇങ്ങോട്ട്. എനിക്കും കിട്ടി. സ്മൈൽ ചെയ്ത് SMILE ഇട് ഇട്. നമുക്ക് കിട്ടി. ഞാൻ തിരിച്ചും കാണിച്ചു അവരെ. ഈ അല്ല, സെക്കൻഡ് അവിടെ നിങ്ങൾ പറഞ്ഞില്ലായിരുന്നടാ, അത് സ്കിപ്പ് ചെയ്ത് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട മതി. ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല. ഇല്ല, നമ്മളിപ്പോ എടുക്കും ബ്രോ. കാണിച്ചു എന്നിട്ട് സംസാരിക്കും ബ്രോ. നിങ്ങൾ 3 റൗണ്ടിൽ നിന്നല്ല 2 പോയിന്റ്, നമ്മൾ 2 റൗണ്ടിൽ നിന്ന് 0 പോയിന്റ്. മാംഗോ ഈ എഴുതി തന്നെ ഏതാണ്ട് ഒരു എന്തെങ്കിലും വേർഡ് ഒന്നുമില്ല. അയ്യടാ, നമ്മുടെ ഒരു വേടെങ്കിലും ഉണ്ടായിരുന്നു രണ്ടാമത് വരുമ്പോ. നമുക്ക് മാക്സിമം അടുത്തത് ഇവിടെ ഇതിൽ പിടിക്കണം കേട്ടോ. ടൈഗർ ക്ലിയർ ആക്കണം. എന്നിട്ടിത് ടച്ച് ഒന്നുമില്ല. ഇല്ലില്ല, അവനെ എഴുതിക്കോട്ടെ. ഒരു വേർഡ് പോലും ഇല്ല. താങ്ക് യു വെരി മച്ച്. എന്താ പറയുന്നറിയോ? സ്പേസ് ചെയ്ത് സ്പേസ് ചെയ്തോ. SPACE അത് തന്നെ. സ്പൈസി. ഞാൻ വെച്ചടിക്കാന്ന് വെച്ചാൽ പക്ഷേ ഒന്നുമില്ല. മെഡിക്കൽ മിറാക്കിൾ, KFC കൊമ്പൻ, എല്ലാ ഊഹാമോഹങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട്. B ഇല്ല, S ഇല്ല, അതൊരു വേർഡ് പോലും ഇല്ലല്ലോ അല്ലേ? ആംഗ്രി അല്ല, പക്ഷെ വയ്യില്ലല്ലോ. ശരി, നമ്മളിതുവരെ ഒരെണ്ണം പോലെ കറക്റ്റ് ആകാൻ താഴെത്തിയിട്ടില്ലല്ലോ. ഇല്ലില്ല, ഇവിടെ തുടങ്ങി ഇവിടെ നമ്മൾ എത്തിച്ചില്ല. എന്നോട് തെറ്റിക്കല്ല, ശരി. ആൽഫബറ്റിൽ 26 12 എഴുതിയിട്ടുണ്ട്. 4 അവിടെ കവർ ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി 3 ഇവിടെ കയറുമ്പോ റിവർ റിവർ. പെട്ടെന്ന് എഴുതണ സമയം കളയാതെ. ബ്രോ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ഞങ്ങൾ നിങ്ങളെ പോലെ അങ്ങനെ പൊട്ടത്തിൽ എഴുതത്തില്ല, ഞങ്ങൾ ആലോചിച്ചെടുത്തുള്ളൂ. അപ്പൊ ഈ മാച്ച് പോയി. വാട്ടർ. വെള്ളമല്ല, പെപ്സി ആയിരിക്കും ബ്രോ. പെപ്സിന്ന് എഴുത്, നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. സെഡല്ല മണ്ട, അവിടെ അല്ലേ ഇപ്പുറത്ത്. ഇയാളെ ആദ്യത്തെ എഴുതാൻ പറ്റത്തില്ല. ഇസഡ് തന്നെ ഇരിക്കാൻ ഞാൻ ആദ്യമേ മാഡത്തിന്റെ ഓ ചെയ്തപ്പോ ഫുൾ ചെയ്ത് കഴിഞ്ഞ് മാറ്റാൻ പറ്റില്ല. ഇസഡ് ചെയ്തോടെ ആദ്യമേ എന്റെ മാഡത്തിന്റെ ഓ നിങ്ങൾ മാറ്റിച്ചില്ലല്ലേ? ഒന്നുമല്ല. തേഞ്ഞ് പൂണെഴുത്. SPOON. അല്ല, നമുക്ക് നഷ്ടപ്പെടുന്നു. ബ്രേക്ക് BREAK. എനിക്ക് ചിന്തിക്കാൻ പോലും ടൈം തന്നില്ല. നമുക്ക് വെയിറ്റ്. ആപ്പിൾ എഴുത്. കട്ടല്ലേ. അയ്യോ, ഇതിനകത്ത് ഒരു അക്ഷരം കറക്റ്റാ. ഇല്ല. ചെയർ തന്നെ ചെയ്തോട്ടെ. ചെയർ ഓൾറെഡി ഒരു വർഷം വന്ന ഒരക്ഷരം കിട്ടട്ടെ അല്ലേ? എസ് നോക്കാം. ആദ്യം എസ് ഇട്ടാണെങ്കിൽ പിന്നെ ബാക്കി നോക്കാം. എസ് ഇട്ട് നോക്കും. ഇതാവില്ല. കറക്റ്റ് ആണോ? ഞാൻ പറഞ്ഞില്ലേ, ബാക്കി എനിക്ക് ഇവിടെ ഈ സാധനം ഇവിടെ
ഈ റൂമിലുണ്ട് ഈ സാധനം. എന്താ എഴുതി? കെ ഒഴിച്ച് ബാക്കിയെല്ലാം കറക്റ്റാ. എഴുത് SH ഷാർപ്പ് ഇനിയാണ് പ്രശ്നം. ബ്രോ നമ്മൾ വേറെ കൂടെ ആലോചിക്കട്ടെ. സമയല്ലേ? ഷാർപ്പ് നോക്ക്. ഷാർപ്പ് തന്നെ ഉള്ളു, ഷാർപ്പ് അല്ലാതെ വേറെ വേടില്ല. നോക്കട്ടെ പോണപ്പെട്ടെ. നമ്മളെ പറഞ്ഞു ബ്രോ ഇങ്ങനെ ക്രെഡിറ്റ് എടുത്തോ? ബ്രോ എല്ലാരും ഇങ്ങനെ ക്രെഡിറ്റ് എടുത്തോ? നമുക്ക് ഒരു വേർഡേ ഉള്ളൂ, നമുക്ക് A to Z നമുക്ക് ആ വേർഡ് ഏതായിരുന്നു നമ്മളല്ലേ ഷാർക്ക്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് അത് ഏതാന്ന് പറഞ്ഞത്? ഏതായിരുന്നു? വേറെന്ത് ക്ലൗഡ്. ഒന്നുമില്ല ബ്രോ ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മള് വേറെ എന്നിട്ട് ഒരെണ്ണം വെക്കാന്ന് വാച്ച് വാച്ച് WATCH. അടുത്ത ടൈമർ ഏതാണ്ട് നമുക്ക് പറ. ഇതൊന്നും കിട്ടില്ല ഞങ്ങൾക്ക് ടൈമർ ഏതാ? സീഡ് ചർച്ച CHURCH. അയ്യോ സോറി. ആ ചിക്കൻ ഏത്? CICK. ചിക്ക അല്ല. അതിലുണ്ടോ? അതിനകത്ത് ഏതിലുണ്ടോ? അപ്പോ KICK കിക്ക്. BRICK. അയ്യോ അല്ല അയ്യോ ഒന്നുമില്ലല്ലോ. ഒന്നുണ്ടാ? എന്തെങ്കിലും ഉണ്ടാ? ആറും സിയും കെയും കറക്റ്റാ. നമുക്ക് ഓറം ഗസ് ചെയ്യാം. സാധ്യതയുണ്ട്. ട്രക്കാണോ? ട്രാക്കാ. BREAK ബ്രേക്ക്. സിയും ആറും കറക്റ്റാ. BR മാത്രമേ ഉള്ളൂ. ബ്രോക്ക് തന്നെ എഴുതി വെക്കാം. ഏതെല്ലാം ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ. എനിക്കൊരു സാധനം കിട്ടി. എന്തെന്നാ? അതല്ല ബ്രൈഡാ. ഏതായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ ILU വരും. ഞാൻ പറഞ്ഞില്ലേ കണക്ഷൻ ലെറ്റർ. പിന്നെ പറയണേക്ക് മാത്രം വരത്തുള്ളൂ. അങ്ങനല്ല. കാരണം കാണിച്ചല്ലേ ഇത് കണക്ഷൻ ലെറ്ററാ. ഇത് മറ്റേതാ വവ്വലിന്റെ അല്ലാണ്ട് ലെറ്റർ ഇല്ലേ? എന്താ പറയാ സവ്വൽസ് അങ്ങനെ എന്ത് പറയാം. അതും പിന്നെ വരുന്നത് ഇത് മൂന്നാമത്തെ ലെറ്റർ എന്തായാലും കണക്ഷൻ ലെറ്റർ വരുള്ളൂ. കണക്ഷൻ ലെറ്റർ എന്ന് പറയുമ്പോ AEI അല്ലെങ്കിൽ U. കാരണം BR കഴിഞ്ഞിട്ട് B വരില്ല, C വരില്ല, D F G H ഇതൊന്നും വരില്ല. കാരണം മൂന്നാമത്തെ ലെറ്റർ എപ്പോഴും കണക്ഷൻ. ഞാൻ പഠിച്ചായിരുന്നു പറഞ്ഞു മൂന്നാമത്തെ ലെറ്റർ എന്തായാലും A ആയാലും കണക്ഷൻ ലെറ്റർ വരാം. അപ്പൊ I അല്ലെങ്കിൽ U ആയിരുന്നു വരണ്ട. കാരണം Eയും Aയും Oയും ഇല്ല. I അല്ലെങ്കിൽ U. ഇവിടുത്തെ കണക്ഷൻ ലെറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വവൽസ് അല്ലാത്ത ലെറ്റേഴ്സ് ഇല്ലേ അത് വരും വീണ്ടും. അങ്ങനത്തെ അല്ല. ഇത് എന്തൊരു തിയറിയാന്ന് എനിക്ക് അറിയാം. ഇതാണ് തിയറി. അത് കറക്റ്റ് അല്ലേ? അല്ല എല്ലാം കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ബൈക്കാ സോറി ബ്രേക്ക് ചെയ്ത് അതവർ നേരത്തെ എഴുതിയതാ. എന്തെങ്കിലും എഴുതുക. ഞങ്ങൾ എഴുതരുതെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല അത് ആണ് ബ്രേക്ക്. കാർഗോ കാർഗോ. എന്റെ തിയറിയിൽ വർക്ക് ചെയ്യിപ്പിക്കില്ല. അത് അവർക്ക് മാത്രമേ വർക്കാവും. നമ്മൾ സി കറക്റ്റാ. സി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിങ്ങനെ വവ്വൽസ് അല്ലെങ്കിൽ മാച്ച് ചെയ്ത് എയും ടിയും കറക്റ്റാ. ബാച്ച് ആവില്ല. ലൈറ്റർന്ന് എഴുതി വെറുതെ എഴുത് എഴുതറ സമയല്ലടാ. ER കറക്റ്റ്. LATER. അപ്പൊ ലേറ്റർ ബീറ്റർ
ബാറ്റർ ഇത്ര correct ആണോ? ഹീറ്റർ EFG നോക്ക് എഫ് ഫാറ്റർ ഹീറ്റർ ഹീറ്റർ വരും HIJKLMNO QRS കറക്റ്റ് അല്ലേ? ഹെയ്റ്റർ എന്ന് പറഞ്ഞ വാക്കില്ല. ഹെയ്റ്റർ ഇല്ല. ഏത് വേട് ഏതാ? അല്ലേ തിയറി വർക്കൗട്ട് ബ്രോ. അത് കഴിഞ്ഞാല് ഫസ്റ്റത്തെ ഹേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്താൽ അല്ല ഹെയ്റ്റർ അങ്ങനെ പറയാം. ഇത് കണ്ട ഇത് വവലല്ലാത്ത ലെറ്ററാ. പിന്നെ വവൽ ലെറ്റർ വന്നു, അതുകൊണ്ട് അപ്പുറത്തെ വവല് വരില്ല. പിന്നെ അത് കഴിഞ്ഞാൽ 2 വവല് ഒരുമിച്ച് ഒരിക്കലും വരില്ല. അപ്പുറത്തും അപ്പുറത്തും കണ്ട വേറുള്ളൂ. ഞങ്ങളുടെ ഇത് പിടിക്കുന്നതാണില്ലേ? നിങ്ങൾ നമ്മളെ പിടിച്ചാൽ ആദ്യമേ മേക്കറെ ഉണ്ടോ? ഏതിലുണ്ടോ? പെട്ടെന്ന് പറയാം, ഇത് സമയം കൂടെ ഇല്ല ഒന്നുമില്ല. പയ്യെ ഏതാന്ന് സമയമൊന്നുമില്ല, അവിടെ സമയമില്ലാത്ത ബ്രെയിൻ നോക്ക്. ഇന്നത്തെ ഇതിലുണ്ടോ? 6 ഉണ്ട്. 6 മാത്രമല്ലോ? 6 മാത്രമേ ഓ ഇല്ലായിരുന്നു. 6 മാത്രമേ ഇന്നത്തെ ഏതെങ്കിലും വീടുണ്ടാവും. ഒരു വീട്. അപ്പൊ എഴുതിക്കും. എന്താ ഡ്രിഫ്റ്റ് DRI ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തായാലും വവല് വരുന്നു. അവസാന ചലഞ്ചും ഞാനാ ജയിച്ചല്ലേ. മൂവി ചലഞ്ചും കഴിഞ്ഞ ടീമായിട്ടുള്ള ചലഞ്ചും അതിനകത്ത് ഞാനുണ്ടായിരുന്നു. അത് ഓക്കെ. ചലഞ്ചിൽ ഞാനല്ല ജയിച്ചത്. അപ്പൊ കോമൺ ഞാനല്ല ജയിച്ചത്. അപ്പൊ ഞാനും ജയിച്ചില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കൊല്ലത്തെ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഞാനല്ല ജയിച്ചത്. അതേതൊക്കെയാ? ആ ഫസ്റ്റത്തെ മൂന്ന് ചലഞ്ച് ഞാനാ ജയിച്ചത്. മൂന്ന് ദിവസത്തെ ചലഞ്ച് ഇവൻ ജയിച്ചത് 3 ദിവസത്തെ ചലഞ്ച് ഞാനാണ് ജയിച്ചത്. ആണോ? ശരി ഓക്കെ. അപ്പൊ ഇന്നത്തെ ചലഞ്ചിന്റെ വിന്നർ വന്നിരിക്കുന്നത് ജക്ടർ ആൻഡ് ക്രിസ് ആണ്. എത്ര പോയിന്റാ പറ? ഇത് എന്താ കാണിക്കണം? തനിക്കൊന്ന് വൈകി താൻ കൊച്ചു പിള്ളേരെ പോലെ അവൻ എന്തെങ്കിലും കാണിക്കട്ടെ. പിള്ളേർക്ക് എന്തെങ്കിലും കാണിക്കുന്നത് എന്തിനു മുതുക്ക ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്? നമ്മള് ജയിച്ചെന്നാലും ജയിച്ചത്. അപ്പൊ 3 പോയിന്റാണ് അവർക്കുള്ളത്, നമുക്ക് 1 പോയിന്റ്. കുഴപ്പമില്ല, നമ്മൾ നെക്സ്റ്റ് ഗെയിമിൽ തിരിച്ചു വരും ഗൈസ്. നമുക്ക് ഗ്രാഫ് ഇട്ടാൽ മതി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.